നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പിരിച്ചതിന്റെ കണക്ക് പുറത്തു പറയില്ലെന്നും പാർട്ടി അനുഭാവികളോട് വിശദീകരിക്കുമെന്നും രാഗേഷ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശ്രമിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്നും കുഞ്ഞികൃഷ്ണൻ. NSS SNDP സാമുദായിക ഐക്യ നീക്കത്തിന് തിരിച്ചടി. SNDPയുമായി ഐക്യം വേണ്ടെന്ന് NSS ഡയറക്ടർ ബോർഡ്. SNDP നീക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കോൺഗ്രസും UDFും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്ന് VD സതീശൻ. ബദരിനാഥ്, കേദാർനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് വിലക്കേർപ്പെടുത്താൻ ക്ഷേത്ര കമ്മിറ്റി. നടപടി ദേവഭൂമിയുടെ മതസാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കാനെന്ന് വിശദീകരണം. അടുത്ത ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർത്തവ്യപഥിൽ പതാക ഉയർത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദൃശ്യവിസ്മയമായി പരേഡിൽ കേരളത്തിൻ്റേതുൾപ്പെടെ 30 ടാബ്ലോകൾ. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. വിവിധ ജില്ലകളിൽ പതാക ഉയർത്തി മന്ത്രിമാർ. വികസിത ഭാരതത്തിനായി കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിൽക്കണമെന്ന് ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ED ഉദ്യോഗസ്ഥർക്ക് മൊഴിപ്പകർപ്പ് കൈമാറാനൊരുങ്ങി SIT. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴി കൈമാറും. ED ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിലെത്തി മൊഴിപ്പകർപ്പ് സ്വീകരിക്കും. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി വിവാദത്തിൽ ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം 2022 തന്നെ തീരുമാനമെടുത്തതാണ് പാർട്ടി. തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് ശരിയല്ലെന്നും രാഗേഷ്. അതിനിടെ രാഗേഷിന് മറുപടിയുമായി കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തി. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശ്രമിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്നും കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. കഴിഞ്ഞ 23-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ്. അഭിമുഖം കൊടുക്കുന്ന സമയത്ത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം ചാനൽ തന്നെ തെരഞ്ഞെടുത്തത് യാദൃശ്ചികമായിട്ട് പാർട്ടി കാണുന്നില്ല. പാർട്ടിക്കെതിരായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് ചാനൽ ചർച്ചയും മറ്റും സംഘടിപ്പിക്കുന്ന ആളെ തന്നെ. കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. കണ്ണൂർ പാർട്ടി ഫണ്ട് വിവാദത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി തള്ളുകയാണ്. എങ്ങനെയാണ് KK രാഗേഷ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? അമ്പിളി, വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു KK രാഗേഷിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ചു എന്നാണ് ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അത് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം അംഗീകരിക്കുകയായിരുന്നു. ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് KK രാഗേഷ് രൂക്ഷമായ രീതിയിൽ കുഞ്ഞികൃഷ്ണനെ വിമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ എന്നുള്ള കാര്യമാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ, അതായത് CPMന്റെ ശത്രുക്കളുടെ എല്ലാം കയ്യിലെ കോടാലിയായി കുഞ്ഞികൃഷ്ണൻ മാറി എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം 2022 ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ഒരു പരാതി വീണ്ടും ഇവിടെ ചർച്ചയാക്കേണ്ടതുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു 2022 വെളിപ്പെടുത്തൽ, ഈ ഒരു പരാതിയെല്ലാം ഉയർന്നതിന് ശേഷമാണ് വീണ്ടും ഈ കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയത്. അങ്ങനെ ഒരു എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അന്നേ അത് ഉയർന്നു വരേണ്ടതായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് KK രാഗേഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നടപടിയിലേക്ക് കടന്നത് എന്നുള്ള കാര്യം കൂടെ KK രാഗേഷ് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ഇനി കുഞ്ഞികൃഷ്ണന്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പുതിയ വെളിപ്പെടുത്തലുകളും എല്ലാമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമ്പിളി.
വർഷ, അതോടൊപ്പം തന്നെ ഈ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളത് ഈ വിവാദം വന്നപ്പോൾ തന്നെ ഏറെ ഉറപ്പായ കാര്യമാണ്. ഇന്ന് ജില്ലാ കമ്മിറ്റി ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ വിശദീകരണം നടത്തി പ്രതിരോധിക്കുമ്പോഴും കെ രാഗേഷിന് മറുപടിയുമായി വി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് കെ രാഗേഷ് പറഞ്ഞത് അത് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, പാർട്ടി അനുഭാവികളെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതെ അമ്പിളി, തീർച്ചയായും തുടക്കം മുതൽ തന്നെ അച്ചടക്ക നടപടിയെ കുഞ്ഞികൃഷ്ണൻ ഭയന്നിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ താൻ നടപടികൾ നേരിടുന്നെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല, കാരണം സത്യങ്ങൾ പുറത്തു വരണം, അതിനുവേണ്ടിയാണ് തന്റെ പ്രയത്നമെന്നും താൻ അതിനുവേണ്ടിയാണ് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് എന്നുമായിരുന്നു കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ തന്നെ കുഞ്ഞികൃഷ്ണന് വ്യക്തമായൊരു അറിയാവുന്ന കാര്യമായിരുന്നു അച്ചടക്ക നടപടി ഉണ്ടാകുന്നുള്ള കാര്യം. എന്തായാലും അത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. ഈ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കളെല്ലാം പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. കാരണം താൻ ഭയക്കുന്നില്ല, താൻ സത്യം പറയാൻ വേണ്ടി സത്യം പറയുന്നതിന് ആരെയും ഭയക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതേസമയം മറ്റു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്നിപ്പോഴും കുഞ്ഞികൃഷ്ണൻ തറപ്പിച്ച് പറയുന്നുമുണ്ട്. താൻ എപ്പോഴും ഒരു ഇടതുപക്ഷ CPM കാരനായി തന്നെ തുടരുമെന്നുള്ള കാര്യവും കുഞ്ഞികൃഷ്ണൻ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇനി എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കാൻ പോകുന്നുണ്ട്. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അതിനുള്ള കാര്യമൊക്കെയാണ് ഇനി എന്തായാലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അമ്പിളി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ ഗിരീഷ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വിശ്രമിക്കാൻ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്ന വഴിയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, ജില്ലാ സെക്രട്ടറി ജിതിൻ നൈനാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊലവിളി മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ. പാനൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള യുവജന റാലിയിലാണ് കൊലവിളി മുദ്രാവാക്യം വിളിച്ചത്. കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ചുമിനുക്കി വെച്ചിട്ടുണ്ടെന്നായിരുന്നു കൊയിലൂരിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യമുണ്ടായത്. പരിപാടിയിൽ നേതാക്കളടക്കം പങ്കെടുത്തിരുന്നു. SNDPയുമായുള്ള ഐക്യത്തിൽ നിന്ന് പിന്മാറി NSS. ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗമാണ് ഐക്യനീക്കം തള്ളിയത്. ഐക്യത്തിനായുള്ള നീക്കത്തിന് പിന്നിൽ SNDP യോഗത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS തന്നെയൊന്നും അറിയിച്ചിട്ടില്ലെന്നും കൂടുതൽ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നുമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗമാണ് NSS SNDP ഐക്യത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനമെടുത്തത്. പലപ്പോഴും പല കാരണങ്ങളാലും വിജയിക്കാത്ത NSS SNDP ഐക്യനീക്കം വീണ്ടും പരാജയപ്പെടുമെന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതായി NSS നേതൃത്വം അറിയിച്ചു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ആവില്ലെന്നും അതുകൊണ്ട് ഐക്യം പ്രായോഗികമല്ല എന്നും NSS വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഐക്യത്തിന് പിന്നിൽ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നും വിമർശിച്ചു. രാഷ്ട്രീയ നേതാവിനെ തന്നെ ചർച്ചകൾക്ക് നിയോഗിച്ചത് ഇതിന് തെളിവാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും NSSന് സമദൂര നിലപാടാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഐക്യത്തിലൊന്നും ആയില്ല, അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴേ തന്നെ അതൊരു വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോന്നാന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. SNDPയുമായി സൗഹാർദ്ദപരമായ നിലപാട് തുടരുമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അതേസമയം NSS തന്നെയൊന്നും അറിയിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിന് മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ്. അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ NSS SNDP ഐക്യം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. NSS പിന്മാറിയതോടെ ഐക്യം അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ആരെയും സമ്മതിക്കാറുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവാർഡ് നേടിയ വെള്ളാപ്പള്ളി നടേശനെ അഭിനന്ദിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ UDFും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കാറുമില്ല.
അത്രയേ ഉള്ളൂ പ്രശ്നം. അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അവർ യോജിച്ചാലും നല്ലത്, യോജിക്കേണ്ടെന്ന് തീരുമാനം എടുത്താൽ അവരുടെ തീരുമാനം, അതിൽ അവരുടേതായ കാരണങ്ങളുണ്ടാവും. അതൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു അലിഗേഷനും ഇല്ല. സുകുമാരൻ നായർ എല്ലാ കാലത്തും BJP വിരുദ്ധ നിലപാടെടുത്തയാളെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. BJP ലൈനിലേക്ക് പോകുന്ന സംശയം NSSനുണ്ടായി. ആ ലൈനിലേക്ക് പോയപ്പോൾ അവർ തടയിട്ടു എന്നും സമുദായ ഐക്യം നല്ലതാണ്, എന്നാൽ അത് മറ്റുള്ളവർക്കെതിരാകരുതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ചില പത്മ അവാർഡുകളിൽ താമരയുടെ ലക്ഷണമുണ്ട്. VS മമ്മൂട്ടി, വിമല മേനോൻ എന്നിവർക്ക് കിട്ടിയ പത്മ പുരസ്കാരങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ സാധാരണ ഈ സാമുദായിക സംഘടനകളുടെ യോജിപ്പും വിയോജിപ്പിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. സമുദായ ഐക്യം നല്ലതാണ്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഐക്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കെതിരാവരുത്. പിന്നെ ഈ ഐക്യം ഉണ്ടായത് UDFനെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഇലക്ഷൻ ഇനി സമയമുണ്ടല്ലോ. ഏതായാലും ഐക്യം ഉപേക്ഷിച്ചുവെന്ന് ആണ് ചാനൽ വാർത്തകളെന്ന് മനസ്സിലാവുന്നത്. SNDPയും NSSും തമ്മിൽ ഒരു പരിഹാര മാർഗമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയിരുന്നത് എന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് MP. NSSന്റെ പിന്മാറ്റം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അത്തരം കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ പിന്നീട് നടത്തും. രണ്ട് കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഞങ്ങളാരും NSS ആസ്ഥാനത്ത് പോയി കാണുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് UDF ചെയ്തതെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. NSS അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പം നിങ്ങളിലൂടെ മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് വിലയിരുത്തൽ നടത്തുന്നതാണ്. എന്തായാലും ഈ രണ്ട് ആളുകളെയും കൂട്ടിയോജിപ്പിച്ചു പോകാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നതാണ്. മനസാക്ഷി അനുസരിച്ച് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ത് എന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള സംഘടനകളാണ് NSS ആണെങ്കിലും അതുപോലെ തന്നെ SNDP ആണെങ്കിലും. അവർ അത്തരത്തിൽ തന്നെ കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് കാണും. NSS ഒരു കാലത്തും വർഗീയ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും സമദൂര നിലപാട് എന്ന ആശയമാണ് NSSന്റേതെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. SNDPയും ഒരു കാലത്ത് സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പിന്നീട് വ്യതിയാനം സംഭവിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു NSS SNDP ഐക്യ നീക്കമെന്നും അത് മനസ്സിലാക്കിയാണ് NSS പിന്മാറിയതെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. ആത്യന്തികമായി ഈ സംഘടനകളൊക്കെ SNDP ആയാലും NSS ആയാലും ഒക്കെ സ്വന്തം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മതേതര കാഴ്ചപ്പാടോടുകൂടി മതസൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുത്ത് വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാ വിഷയങ്ങളെയും കണ്ടുപോയ ചരിത്രമാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NSS ആ കാര്യങ്ങൾ ഇതിനു മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. NSS എന്നും ഒരേ കാഴ്ചപ്പാട് എടുത്തു പോയ ഒരു സംഘടനയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായും അവരാ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയമായി അവരെല്ലാ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED ഉദ്യോഗസ്ഥർക്ക് മൊഴികളുടെ പകർപ്പ് കൈമാറാൻ SIT. പ്രതികളുടെ മൊഴികളും സാക്ഷിമൊഴികളും നൽകും. നാളെ ED ഉദ്യോഗസ്ഥർ SIT ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ ED റെയ്ഡിനു മുമ്പ് SITയോട് ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ നൽകാതിരുന്നാൽ നിയമതർക്കമാകുമെന്നതിനാലാണ് SIT മേധാവി H. വെങ്കിടേഷ് മൊഴിപ്പകർപ്പുകൾ EDക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ED ഉദ്യോഗസ്ഥർ SITയുമായി ചർച്ച നടത്തിയ ശേഷം രേഖകൾ പരിശോധിച്ച് ആവശ്യമുള്ളവ കൈമാറും. പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് SITക്ക് ED കത്തയച്ചിരുന്നു. വിശദമായ മൊഴിപ്പകർപ്പുകൾ ആവശ്യമാണെന്ന് ED വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. കട്ടളപ്പാളി കേസിൽ കൂടുതൽ വ്യക്തത തേടിയ ചോദ്യം ചെയ്യൽ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കിയതായി SIT അറിയിച്ചു. കുറ്റപത്രം നൽകാത്തതോടെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് UDF ചെയ്തതെന്നും സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്നുള്ള CPMന്റെ ആവശ്യം അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള CPMന്റെ ശ്രമമാണെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. ആരെ ചോദ്യം ചെയ്യണമെന്ന് SIT തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യത്തിൽ യഥാർത്ഥത്തിൽ CPM ഒന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്.
അത് വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ SIT തീരുമാനിക്കേണ്ട കാര്യമാണ്. SIT തീരുമാനിക്കട്ടെ. ആ തീരുമാനത്തിൽ ഞങ്ങളാരും അതിനെ എതിർ നിൽക്കുന്ന ആളുകളാരുമല്ല. SIT തീരുമാനിക്കട്ടെ. ഇതിപ്പോൾ ആരെയൊക്കെ ചോദ്യം ചെയ്യണം, അത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമോ എന്നതിനെക്കുറിച്ചൊക്കെ അത് തീരുമാനമെടുക്കേണ്ട SIT ആണ്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിനെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ നാടകീയമായ മുഹൂർത്തങ്ങൾ. അപകീർത്തികരമായ കമന്റിട്ട മുഹമ്മദ് അസ്ലമിനെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പരാതിയില്ലെന്ന് MLA അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വിട്ടയച്ചു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിനെതിരെയാണ് ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ട് പുത്തൂർമഠം സ്വദേശി മുഹമ്മദ് അസ്ലം സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ കമന്റിട്ടത്. എന്നാൽ ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമുയർന്നു. വിഷയത്തിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉൾപ്പെടെയുള്ളവർ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. ട്യൂമർ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ ബിജു എന്ന ചെറുപ്പക്കാരനെ അടിയന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പെരുന്നാൾ ദിനത്തിൽ ആംബുലൻസ് ഡ്രൈവറെ ലഭിക്കാതെ വന്നപ്പോൾ സ്വയം ഡ്രൈവർ ആവുകയായിരുന്നു ലിൻഡോ. ഇതിനിടയിൽ ടിപ്പർ ലോറി ഇടിച്ച് അപകടം പറ്റിയാണ് ലിൻഡോ ജോസഫിന്റെ കാലിന് ചലന വൈകല്യം സംഭവിക്കുന്നതെന്നും വസീഫ് ഓർമ്മപ്പെടുത്തി. അപകടത്തിന് മുൻപ് കേരളത്തിലെ മികച്ച അത്ലറ്റുകളിൽ ഒരാളായിരുന്നു ലിൻഡോ ജോസഫ്. തിരുവമ്പാടി DYFI ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. കോഴിക്കോട് പുത്തൂർമഠം സ്വദേശി മുഹമ്മദ് അസ്ലമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ തന്നോട് ക്ഷമ പറഞ്ഞ സാഹചര്യത്തിൽ കേസ് പിൻവലിക്കുകയാണെന്ന് MLA അറിയിച്ചു. തെറ്റുപറ്റാത്തവരായ ആരുമില്ല. മഹാനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തതായി നവജാത ശിശുക്കൾക്കും മൃതശരീരത്തിനും മാത്രമേ തെറ്റുപറ്റാത്തുള്ളൂ. തെറ്റുപറ്റിയ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അസ്ലമിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, തെറ്റ് മനസ്സിലായി, ഒരു പ്രിയ സുഹൃത്തായി അസ്ലം മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു അർത്ഥത്തിലും ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇരുവരും സൗഹൃദം പങ്കിട്ട് ചായ കുടിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. നിലവിൽ മഞ്ചേശ്വരം, കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളുടെ ഏകോപന ചുമതലയാണ് പാർട്ടി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒന്നും പറയുന്നില്ലെന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി K സുരേന്ദ്രൻ പറഞ്ഞു. മഞ്ചേശ്വരത്തും കാസർഗോഡും ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും K സുരേന്ദ്രൻ പ്രതികരിച്ചു. പലയിടങ്ങളിലും BJP ഒരു ശരിയാണ്, പ്രത്യേകിച്ച് കാസർഗോട്ടൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല കാസർഗോഡ് അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നോടിപ്പോ ഈ രണ്ട് മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടേ ഉണ്ടാവും. ഇവിടെ സജീവമായി പാർട്ടി ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ജില്ലയെ സഹായിക്കാൻ വേണ്ടി, മത്സരിക്കാൻ വേണ്ടി. ഈ രണ്ട് മണ്ഡലങ്ങൾ എങ്ങനെയാണ് BJP? ഈ രണ്ട് മണ്ഡലങ്ങൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ, 10-20 വർഷമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരികയും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന മണ്ഡലമാണ്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നു. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ അടുത്ത മാസം മുതൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ഫെബ്രുവരി 2 മുതൽ അധ്യാപനവും OP സേവനങ്ങളും അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിക്കും. നിരന്തരമായി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ലാതായതോടെയാണ് കടുത്ത സമരത്തിലേക്ക് കടക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരുങ്ങുന്നത്. നാളെ സൂചനയായി OP ബഹിഷ്കരിക്കും. നിരന്തരമായി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ലാതായതോടെയാണ് കടുത്ത സമരത്തിലേക്ക് കടക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരുങ്ങുന്നത്. സൂചനയായി OP ബഹിഷ്കരിക്കും. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ നടപടികളും ഒഴിവാക്കും. സെക്രട്ടേറിയറ്റ് ധർണയും സംഘടിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണത്തോടൊപ്പം അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കും. ഫെബ്രുവരി 9 മുതൽ അനിശ്ചിതകാല അധ്യാപനവും OP ബഹിഷ്കരണവും തുടരുന്നതിനൊപ്പം അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തും. ഫെബ്രുവരി 11 മുതൽ സർവകലാശാല പരീക്ഷാ ജോലികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്രനിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കാത്തതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നീക്കം. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ടെമ്പിൾ കമ്മിറ്റി അന്തിമ തീരുമാനം കൈക്കൊള്ളും. കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിലക്ക് ബാധകമായിരിക്കും. ഉത്തരാഖണ്ഡിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ചാർധാം തീർത്ഥാടന സർക്യൂട്ടിന്റെ ഭാഗമായ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളല്ലാത്തവർക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി വ്യക്തമാക്കി. ബദ്രിനാഥ് കേദാർനാഥ് ധാമിലും ബദ്രിനാഥ് കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റി നിയന്ത്രണത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം വിലക്കാനാണ് നീക്കം. ക്ഷേത്ര കമ്മിറ്റിയുടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഹേമന്ത് ദ്വിവേദിയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നതായി സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 23-നാണ് ബദ്രിനാഥ് ക്ഷേത്രം തുറക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി എന്നിവയാണ് ചാർധാമിന്റെ ഭാഗമായ മറ്റു പുണ്യസ്ഥലങ്ങൾ. ഇവ ഏപ്രിൽ 19-നാണ് തുറക്കുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചാർധാം യാത്രയിൽ ഒട്ടേറെ തീർത്ഥാടകർ പങ്കെടുക്കാറുണ്ട്. ചാർധാം യാത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്ര കൂടിയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോട്ടയം പാമ്പാടിയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പാമ്പാടി ഇല്ലിവളവ് മാടവന വീട്ടിൽ സുധാകരനാണ് ഭാര്യ ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. കുടുംബകലഹമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. പാമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടത്ത് സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ട ബിന്ദു. സുധാകരൻ പാറമട തൊഴിലാളിയും. ഓട്ടോറിക്ഷ തൊഴിലാളിയായ മൂത്തമകൻ സുദീപ് രാവിലെ 11:30 വീട്ടിലെത്തിയപ്പോഴാണ് സുധാകരൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത വിവരം പുറത്തു വന്നത്. മുൻവാതിൽ അടഞ്ഞുകിടന്നതിനാൽ അടുക്കള ഭാഗത്തുകൂടി എത്തി നോക്കിയപ്പോൾ ബിന്ദു നിലത്ത് രക്തമാർന്ന് കിടക്കുന്നതായി കണ്ടു. സമീപത്തായി കമ്പിവടിയും കണ്ടെത്തി. വീട് തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് സുധാകരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അകത്ത് കയറുമ്പോൾ പുറകുവശത്തെ ടാപ്പ് തുറന്നിട്ടിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. വെള്ളം അതിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നി. അവിടേക്ക് പോയപ്പോൾ അടുക്കളയിൽ അമ്മ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. തൊട്ട് ചേർന്നൊരു ഇരുമ്പ് പൈപ്പ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് വെച്ച് തല്ലി കൊലപ്പെടുത്തി എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് പോലീസിന് ഉള്ളത്. തിരിഞ്ഞ് മകൻ നോക്കുമ്പോൾ അച്ഛൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. ബിന്ദുവിന് അനക്കമുണ്ടെന്ന് കണ്ട് മകൻ ഉടൻ തന്നെ മണർകാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുടുംബ വഴക്കിനെ തുടർന്ന് സുധാകരൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. അമൃത ന്യൂസ്, കോട്ടയം. മഹാമാഘ മഹോത്സവത്തിലേക്ക് വൻ ഭക്തജനപ്രവാഹം. ഭാരതപ്പുഴയുടെ തവനൂർ തീരത്ത് മഹാദേവദോറിൽ കലാപരിപാടികൾ തുടരുകയാണ്. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന പ്രൗഢഗംഭീരമായ പരേഡാണ് കർത്തവ്യപഥിൽ അരങ്ങേറിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പരേഡിന് സാക്ഷികളായി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥികൾ. ഇന്ത്യൻ സൈനിക കരുത്തുകാട്ടി എന്തിനും രാജ്യം സുസജ്ജമെന്ന് ലോകത്തോട് വിളിച്ചോതുന്ന പ്രൗഢഗംഭീര പരേഡിനാണ് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചത്. രാവിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീരസൈനികർക്ക് ആദരമർപ്പിച്ചതിന് പിന്നാലെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രതിരോധ മന്ത്രിക്കും സേനാ മേധാവികൾക്കുമൊപ്പമായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന റെജിമെന്റായ പ്രസിഡന്റിന്റെ അംഗരക്ഷകരുടെ അകമ്പടിയോടെ പരമ്പരാഗത ബഗ്ഗിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും കർത്തവ്യപഥിലെത്തി. ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തതിനു പിന്നാലെ പരേഡിന് തുടക്കമായി.
കർത്തവ്യപഥിലൂടെ കടന്നുപോയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും നിശ്ചല ദൃശ്യങ്ങളും രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ കഥകളാണ് പങ്കുവച്ചത്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവും ഓപ്പറേഷൻ സിന്ദൂറുമായിരുന്നു പരേഡിലെ പ്രധാന പ്രമേയം. ബ്രഹ്മോസ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ എന്നിവ പരേഡിൽ അഭിമാനമായി മാറി. ഇന്ത്യൻ സൈന്യം ആദ്യമായി പരേഡിൽ ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിച്ചു. You can see Bajrang formation comprising 6 Rafale fighter aircraft have stopped to stare at these Rafales. കരസേനയിൽ പുതുതായി രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയനും ഒപ്പം കൗതുക കാഴ്ചയായി കരസേനയുടെ മൃഗസംരക്ഷണ വിഭാഗവും പരേഡിൽ ശ്രദ്ധ നേടി. വ്യോമസേനയൊരുക്കിയ 29 വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം ആകാശത്ത് വിസ്മയമൊരുക്കി. Comprising 2 Rafale, 2 Sukhoi, 2 MiG-29, 1 Jet. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള മൊത്തം 30 ടാബ്ലോകളാണ് കർത്തവ്യപഥിലൂടെ നീങ്ങിയത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത്. स्मार्टफोन और लैपटॉप पर काम करते हुए देखा जा सकता है. झांकी में वाटर मेट्रो नाव है. 77 വർഷം കൊണ്ട് രാജ്യം ആർജിച്ചെടുത്ത കരുത്ത് കർത്തവ്യപഥിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള നിമിഷമായി മാറി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓരോ ഇന്ത്യക്കാരന്റെയും ഏറ്റവും വലിയ ആയുധമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടന നമ്മുടെ ശബ്ദവും അവകാശങ്ങൾക്കുള്ള സംരക്ഷണ കവചവുമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് നിലകൊള്ളുന്നത് ഭരണഘടനയുടെ ശക്തമായ അടിത്തറയിലാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സമത്വത്തിലൂടെയും ഐക്യത്തിലൂടെയും മാത്രമേ ഭരണഘടന ശാക്തീകരിക്കപ്പെടുകയുള്ളൂ. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് സംസ്ഥാനവും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പതാക ഉയർത്തി. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്ന് വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി. വായുസേനയുടെ പുഷ്പവൃഷ്ടിക്ക് ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, സംസ്ഥാന പോലീസ്, NCC, സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ എന്നിവയുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് ആഘോഷങ്ങളുടെ ഭാഗമായി. കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ലെന്നും വികസിത ഭാരതത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. എല്ലാ പൗരന്മാരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. That the center and the state should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand and walking together towards the progress of this country. സംസ്ഥാനത്ത് ആദ്യമായാണ് നാഷണൽ സർവീസ് കേഡറ്റുകൾ പരേഡിന്റെ ഭാഗമാകുന്നത്. പരേഡിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എല്ലാ ജില്ലകളിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത്. മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. കൊല്ലം ആശ്രമ മൈതാനിയിൽ നടന്ന പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട കാത്തലിക് കോളേജ് മൈതാനിയിൽ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഭരണഘടന ഒരു നിയന്ത്രണ രേഖ അല്ല എന്നും ഭരണഘടനയുടെ കാവലാളാവുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ആലപ്പുഴയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ചടങ്ങിൽ മന്ത്രി VN വാസവൻ ദേശീയ പതാക ഉയർത്തി. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമെതിരെ രാജ്യത്ത് അക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. എറണാകുളം ജില്ലാതല ആഘോഷ പരിപാടികൾ കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലാണ് നടന്നത്. വ്യവസായ മന്ത്രി P. രാജീവ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു.
ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളുടെ അന്തസത്ത ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ജീവിക്കാനുള്ളതാകുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുഖ്യാതിഥി റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പതാക ഉയർത്തിയത്. മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അബ്ദുറഹ്മാൻ ദേശീയ പതാക ഉയർത്തുകയും സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച ശേഷം MSP ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഓരോ വ്യക്തിക്കുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂരിലെ റിപ്പബ്ലിക് ദിന പരേഡിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണത് ആശങ്കയുണ്ടാക്കിയെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ആരോഗ്യവാനായി മടങ്ങി. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. എറണാകുളത്ത് റിപ്പബ്ലിക് ഡേ പരേഡ് കാണാനെത്തി 94 വയസ്സുകാരി വിശാലം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളായ പേരക്കുട്ടികളുടെ പരേഡ് കാണാനാണ് വിശാലം എത്തിയത്. പോലീസുകാർ വിശാലത്തിന് മുൻനിരയിൽ തന്നെ ഇരിപ്പിടമൊരുക്കി പരേഡ് കാണാൻ അവസരമൊരുക്കി. ക്യാമറാമാൻ P ശശികാന്ത് പകർത്തിയ ദൃശ്യങ്ങൾ. ഇൻസ്പെക്ടർ സന്ദീപ് നയിക്കുന്ന KP ഫസ്റ്റ് ബറ്റാലിയൻ തൃപ്പൂണിത്തുറ പ്ലട്ടൂൺ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിലൂടെ കടന്നുപോകുന്നു. പത്മശ്രീ പുരസ്കാരം തന്റെ 65 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണെന്നും ഏറെ അഭിമാനം തോന്നുന്നുവെന്നും വിമല മേനോൻ. മന്ത്രി V ശിവൻകുട്ടിയും കോൺഗ്രസ് നേതാവ് K മുരളീധരനും തിരുവനന്തപുരത്തെ വിമല മേനോന്റെ വീട്ടിലെത്തി ആശംസകൾ അറിയിച്ചു. കലാമണ്ഡലം വിമല മേനോന്റെ ദീർഘകാലത്തെ നാട്യജീവിതത്തിന് ലഭിച്ച അംഗീകാരമാണ് പത്മശ്രീ പുരസ്കാരം. ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന മുഹൂർത്തമാണിതെന്നും 65 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണെന്നും അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും വിമല മേനോൻ പറഞ്ഞു. ഒരു കലാകാരിക്ക് ഏറ്റവും അധികം സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണെന്നും 65 കൊല്ലത്തെ പരിശ്രമത്തിൻ്റെ എല്ലാം കൂടിയായ ഒരു ശക്തി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അംഗീകാരത്തോടുകൂടി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. വൈകിയാണെങ്കിലും വിമല മേനോന് കിട്ടിയ അംഗീകാരത്തിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മലയാളികൾക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ സന്തോഷമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലാരംഗത്ത് നിറസാന്നിധ്യമാണ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിന് വൈകിയാണെങ്കിലും കിട്ടിയ അംഗീകാരത്തിന് അങ്ങേയറ്റം ആഹ്ലാദം തോന്നുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. വിമല മേനോൻ മോഹിനിയാട്ട രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്ന് K മുരളീധരൻ പറഞ്ഞു. പത്മശ്രീ ശ്രീമതി വിമല മേനോൻ മോഹിനിയാട്ട രംഗത്തൊക്കെ വളരെയധികം സംഭാവന നൽകിയ നമ്മുടെയൊക്കെ ഒരു അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു വനിതയാണ്. കേരളത്തിനെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം. 1200 മോഹിനിയാട്ടം നർത്തകരെ ഒരേ സമയം വേദിയിലെത്തിച്ച് വിമല മേനോൻ ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കേരളശ്രീ പുരസ്കാരം, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, കലാരത്ന ഫെലോഷിപ്പ്, കലാമണ്ഡലം അവാർഡ്, സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മവിഭൂഷൺ സ്വീകരിക്കണമോ എന്ന് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മകൻ VA അരുൺകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. പുരസ്കാരം കിട്ടിയതിൽ സന്തോഷമുണ്ടെങ്കിലും തീരുമാനം ഒറ്റയ്ക്കെടുക്കില്ലെന്നും മകൻ വ്യക്തമാക്കി. അതേസമയം പുരസ്കാരം സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് CPM നിലപാട്. മുൻകാലത്ത് CPM നേതാക്കൾ പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചത് വ്യക്തിപരമായി എടുത്ത നിലപാടാണെന്നും CPM വിശദീകരിച്ചു. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മവിഭൂഷൺ നൽകിയപ്പോൾ CPM ഇതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു ചർച്ചകൾ. മുൻകാലങ്ങളിലെ CPM നേതാക്കളുടെ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആകാംക്ഷ. കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല എന്നും ഭരണകൂടത്തിന്റെ ബഹുമതികൾ സ്വീകരിക്കേണ്ടതില്ല എന്നും CPM എല്ലാ കാലവും നിലപാടെടുത്തിരുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ EMSന് പത്മവിഭൂഷൺ നൽകിയപ്പോൾ പാർട്ടിയും EMSും അത് നിരസിച്ചിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന് പരമോന്നത പുരസ്കാരമായ ഭാരതരത്നം നൽകാൻ അന്നത്തെ സർക്കാർ ആലോചിച്ചപ്പോൾ തന്നെ
പുരസ്കാരം സ്വീകരിക്കില്ല എന്ന നിലപാട് പാർട്ടിയും ജ്യോതി ബസുവും സ്വീകരിച്ചു. ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷൺ നൽകാൻ കേന്ദ്ര സർക്കാർ അന്ന് ആലോചിച്ചപ്പോഴും വാങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മഭൂഷൺ നൽകിയെങ്കിലും അദ്ദേഹവും അത് നിരസിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് VSന്റെ പത്മവിഭൂഷണിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എല്ലാവരും കാത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ തീരുമാനം കുടുംബത്തിന് വിട്ടിരിക്കുകയാണ് CPM. മുൻകാലങ്ങളിൽ വ്യക്തിപരമായി എടുത്ത നിലപാടുകളായിരുന്നുവെന്നും വിശദീകരണം. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ അതിൻ്റെ മേലെ സ്വീകരിക്കുന്നതിന് കാരണം VS ഇല്ലല്ലോ. പിന്നെ VSന്റെ കുടുംബമാണ്. VSന്റെ കുടുംബം എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുക. അതേസമയം പത്മവിഭൂഷൺ ലഭിച്ചതിൽ VSന്റെ കുടുംബം സന്തോഷിക്കുന്നുണ്ടെങ്കിലും തീരുമാനം പാർട്ടിയുമായി ആലോചിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മകൻ VA അരുൺകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. അച്ഛന് കിട്ടുന്ന അംഗീകാരങ്ങളെല്ലാം തന്നെ മകൻ എന്നുള്ള രീതിയിൽ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടേതൊരു പാർട്ടി കുടുംബമായതുകൊണ്ട് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചുള്ളൊരു തീരുമാനം എടുക്കും. മരണാനന്തരമായി ലഭിച്ച പുരസ്കാരത്തിൽ പാർട്ടിയും കുടുംബവും ആലോചിച്ചായിരിക്കും VSന്റെ പത്മവിഭൂഷൺ സ്വീകരിക്കണമോ എന്ന് ഇനി തീരുമാനിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഫേൺ ശീതക്കാറ്റിൽ ജനജീവിതം ദുസ്സഹമാകുന്നു. ശീതക്കാറ്റിനെ തുടർന്ന് 9 ജീവനുകൾ നഷ്ടമായി. ഇതുവരെ 17,000 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഗതാഗത സംവിധാനങ്ങൾ താറുമാറായി. 24 സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഐക്യനാടുകളുടെ പകുതിയിലധികം ഭാഗങ്ങളെ നിശ്ചലമാക്കി ഫേൺ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും തുടരുകയാണ്. ആകെയുള്ള 35 കോടി ജനസംഖ്യയിൽ ഏകദേശം 23 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രകൃതിക്ഷോഭത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കനത്ത ഹിമക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കി. പ്രതികൂല കാലാവസ്ഥയിൽ ഇതുവരെ റദ്ദാക്കിയ വിമാന സർവീസുകളുടെ എണ്ണം 17,000 കടന്നു. 10 ലക്ഷത്തോളം വീടുകളിലും സ്ഥാപനങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ചരിത്രപരമായ മഞ്ഞുവീഴ്ചയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. സൗത്ത് കരോലിന, വെർജീനിയ, ടെന്നസി, ജോർജിയ, നോർത്ത് കരോലിന, മേരിലാൻഡ്, അർക്കൻസാസ്, കെൻറ്റക്കി, ലൂസിയാന, മിസിസിപ്പി, ഇൻഡ്യാന, വെസ്റ്റ് വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള സഹായങ്ങളും പ്രഖ്യാപിച്ചു. കൊടുങ്കാറ്റിന്റെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് മഞ്ഞുപാളി വീഴ്ചയെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത് മരങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും വൈദ്യുതി ലൈനുകൾ തകർക്കാനും റോഡുകൾ സുരക്ഷിതമല്ലാതാക്കാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് വെർജീനിയ ഭാഗത്തെത്തിയപ്പോൾ 200-ലധികം വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിൽ അവധി പ്രഖ്യാപിച്ചു. ഇന്ന് വൈകുന്നേരം നടത്താനിരുന്ന വോട്ടെടുപ്പും US സെനറ്റ് റദ്ദാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.